LDC വയനാട് എറണാകുളം ജില്ലയിൽ നടന്ന ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഐ ആം ഓൾഡർ ദാൻ യു. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം, തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും, തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും എഴുതണം. നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതിനാൽ നെഗറ്റീവ് ടാഗാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നെഗറ്റീവ് ടാഗ് എഴുതുമ്പോൾ ഓക്സിലറി വെർബ് അതിനോടൊപ്പം നോട്ട് ചേർത്ത് രൂപമാറ്റം എഴുതുക, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇവിടെ ഓക്സിലറി ആയിട്ട് വന്നിരിക്കുന്നത് ആമാണ്. ആമിനോടൊപ്പം നോട്ട് ചേരുമ്പോൾ ആറിൻ്റാണ് വരുന്നത്. സബ്ജക്റ്റ് ഐ, അതുകൊണ്ട് ഉത്തരം ആറിൻ്റെ ഐ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ. നമുക്ക് ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ലുക്ക് അപ്പ് ടു ഓപ്ഷനിലുണ്ട്, ലുക്ക് ഇൻ ടു ഓപ്ഷനിലുണ്ട്, ലുക്ക് ഔട്ട് ഓപ്ഷനിലുണ്ട്, ലുക്ക് എറൗണ്ട് ഓപ്ഷനിലുണ്ട്. അപ്പോൾ ലുക്ക് അപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഔട്ട് സെർച്ച് ചെയ്യുക. ലുക്ക് എറൗണ്ട് ചുറ്റും പോയി അല്ലെങ്കിൽ ചുറ്റിക്കാണുക എന്നർത്ഥത്തിൽ പറയും. നമുക്കിവിടെ ഏതായിരിക്കും ഉചിതമായിട്ട് ഉത്തരം വരുന്നത്? എപ്പോഴും ആൻ എന്ത് ചെയ്യുന്നു? എൽഡർ ബ്രദറിനെ ബഹുമാനിക്കും, എന്ത് ചെയ്യും? അതുകൊണ്ട് ലുക്ക് അപ്പ് ടു ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഡയാനാസ് ഷൂസ് വെയർ ദ പെർഫെക്റ്റ് ഡാഷ് ഹെർ ടു ഹെർ എൻറ്റയർ ഔട്ട്ഫിറ്റ്. നമുക്ക് ഡയാന നമ്മുടെ കൺഫ്യൂസിങ് വേർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. കോംപ്ലിമെൻറ്റ്, PLIMENT കോംപ്ലിമെൻ്റ് ഉണ്ട്, PLEMENT കോംപ്ലിമെൻ്റ് ഉണ്ട്, ഇംപ്ലിമെൻ്റ് ഉണ്ട്, ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. നമുക്കറിയാം, കോംപ്ലിമെൻ്റ് LIMENT കോംപ്ലിമെൻ്റ് നമുക്ക് അംഗീകാരങ്ങൾ നൽകുക, കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നർത്ഥത്തിൽ പറയുന്നു. COMPLEMENT കോംപ്ലിമെൻ്റ് എന്നാൽ പൂർണ്ണം എന്നർത്ഥത്തിൽ പറയുന്നു. ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക, നിയമങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തു കൊണ്ടുവരിക എന്നർത്ഥത്തിൽ, പ്രാവർത്തികമാക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. ഇൻസ്ട്രുമെൻ്റ് ഉപകരണം. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ഉത്തരം വരുന്നത്? മൊത്തം കംപ്ലീറ്റ് എന്നർത്ഥത്തിൽ കോംപ്ലിമെൻ്റ്, ബി ഓപ്ഷനാണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ കമ്പനി എന്ത് ചെയ്യും? ഇഡിയോമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് വെരി ജനറസ്. വല്ലപ്പോഴുമേ കൊടുക്കാറുള്ളൂ എന്നർത്ഥത്തിലാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് അത്ര ഉദാരമനസ്ക ഉള്ള ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ട് വല്ലപ്പോഴും കമ്പനി എംപ്ലോയീസിന് എന്ത് കിട്ടാറുണ്ട്? ബോണസ് കിട്ടാറുണ്ട്. അപ്പോൾ വല്ലപ്പോഴും എന്ന അർത്ഥത്തിൽ നമുക്ക് ഉത്തരം എന്ത് ചെയ്യുന്നൂടെ? എവരി നൗ ആൻഡ് ദെൻ, എല്ലായ്പ്പോഴും എന്ന അർത്ഥത്തിൽ. ടു മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ദ ചാൻസ്. വൺസ് ഇൻ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റയർ ഇവൻറ്റ്. ടു സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ്, നമുക്ക് അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ഉത്തരം? അപ്പോൾ വൺസ് ഇൻ ബ്ലൂ മൂൺ എന്ത് ചെയ്യും? ആ ബ്ലൂ മൂൺ റയർലി, വല്ലപ്പോഴും എന്ന അർത്ഥത്തിൽ പറയുന്നു. അതേപോലെ അടുത്തതാണ്, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ ഫ്രേസിന് ഉചിതമായിട്ടുള്ള വൺ വേർഡ് ഏതാണെന്ന്. സംവൺ ഹൂ ഡസൻറ്റ് ബിലീവ്സ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം, തീസ്റ്റ് എന്നാൽ ദൈവവിശ്വാസി, പാൻതീസ്റ്റ് എന്നാൽ ബ്രഹ്മവാദി എന്നർത്ഥത്തിൽ പറയുന്നു. പോളിതീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾ. എത്തിസ്റ്റ് എന്നാൽ നിരീശ്വരവാദി എന്നർത്ഥത്തിൽ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, കംപ്ലീറ്റ് എന്ന വാക്കിൻ്റെ സിനോണിം ഏതെന്നാണ്? സെയിം മീനിങ് വരുന്ന വാക്കാണ്. സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കംപ്ലീറ്റ് ഹോൾ, WHOLE ഹോൾ എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം, നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺസ് നോർ ഹിസ് ഡോട്ടർ ഡാഷ് ടു ജിം റെഗുലർലി. നമുക്കറിയാം, റെഗുലർലി എന്ന വാക്ക് ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരം സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. സിമ്പിൾ പ്രസൻ്റ് എന്നാൽ V1 ഉത്തരമായിട്ട് എഴുതാം, അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ ഉത്തരമായിട്ട് എഴുതാം. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ V1, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരം. അപ്പോൾ നമുക്ക് എയും സിയും വെട്ടിക്കളയാം, ഗോ വരാം, ഗോസ് വരാം. ഇനി ചോദ്യം,
നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. അപ്പോൾ നോക്ക്, ഡോട്ടറാണ് കിടക്കുന്നത്, ഡോട്ടർ എന്നായി സിംഗുലാർ ആണ്, അതുകൊണ്ട് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഇഫ് ഷി കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി. ഓക്കെ, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇഫ് ക്ലോസിൽ രണ്ടാമത്തെ റൂള് ഇഫ് പ്ലസ് V2 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. ഇവിടെ കാൾഡ് എന്നത് V2 ആയതുകൊണ്ട് നമുക്ക് വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം, പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. ആദ്യത്തെ ഓപ്ഷൻ അറ്റൻഡ് വരൂല, വുഡ് അറ്റൻഡ് ഉത്തരമായിട്ട് വരുന്നു. പിന്നെ അതേപോലെ വിൽ അറ്റൻഡ് വരില്ല, വുഡ് ഹാവ് അറ്റൻഡ് വരില്ല. അപ്പോൾ ഇവിടെ കാൾ എന്നാണ് വന്നിരുന്നെങ്കിൽ വിൽ അറ്റൻഡ് ഉത്തരമായിട്ട് വന്നേനെ. അതേപോലെ ഷീ ഹാഡ് കോൾഡ് എന്നാണ് വന്നിരുന്നെങ്കിൽ വുഡ് ഹാവ് അറ്റൻഡ് ഉത്തരമായിട്ട് വന്നേനെ. അടുത്ത ചോദ്യം, ഡാഷ് ബോയ് ഹു ടോക്ഡ് ടു മീ യെസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു ബി മൈ ഓൾഡ് നൈബേഴ്സ് സൺ. ഒരു കാര്യം എടുത്തു പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവേ ബോയ്ക്ക് മുന്നിൽ എ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ദ ചേർത്ത് പറയുക. ദ ബോയ് ഹു ടോക്ഡ് ദി എന്നർത്ഥത്തിൽ വരുന്നു. ഐ വുഡ് റാദർ, അടുത്ത ചോദ്യം, ഐ വുഡ് റാദർ ഹാവ് ടീ ദി ഡാഷ് കോഫി. നമുക്ക് വുഡ് റാദർ ദാൻ എന്ത് ചെയ്യും, സൂണർ ദാൻ എന്ന റൂളാണ് അവിടെ വരുന്നത്. അപ്പോൾ ദാൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദാൻ ചെയ്യുന്നൂടെ എന്ന ഉത്തരം അവിടെ വരുന്നു.